വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. വണ്ടൂർ ടൗൺ വാർഡിലെ വിഷയത്തിൽ MLA ഇടപെട്ടിരുന്നെങ്കിൽ ഷൈജിൽ എടപ്പറ്റയ്ക്ക് ഇത്ര വലിയ പരാജയം സംഭവിക്കില്ലായിരുന്നു എന്ന് KK സാജിദ. കഴിഞ്ഞ തവണ ഇതേ വാർഡിൽ ചില ആളുകൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ട് നേതൃത്വം നടപടിയെടുത്തിട്ടില്ലെന്നും പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരായി 2 ദിവസം വോട്ട് ചോദിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്നും സാജിദ വ്യക്തമാക്കി. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് KK സാജിദയെ മുസ്ലിം ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നമുക്കറിയാലോ, ഭരണവികാരം നമ്മൾ അത് ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് ഒരുപാട് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതൊക്കെ മനസ്സിൽ സന്തോഷത്തോടെ കണ്ടിട്ടാണ് ഞാൻ ഈ ടൈമിൽ വാർഡിൽ നിന്നും ജനറൽ വാർഡായപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഒരുപാട് കഴിവുറ്റ ആളുകൾ പാർട്ടിയിലുണ്ട്. കാരണം അടുത്ത ജനറൽ വാർഡാണെങ്കിൽ മത്സരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വർക്ക് ചെയ്ത കുട്ടികളുണ്ട്. പിന്നെ ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കുറ്റബോധമില്ല. കാരണം ഇന്നെ 2010 മുതൽ 2025 വരെ എന്ന് പറഞ്ഞാൽ 15 വർഷക്കാലം എനിക്ക് വേണ്ടി വാൾ പോസ്റ്റർ ഒട്ടിച്ച്, പോസ്റ്റർ ഒട്ടിച്ച് എൻ്റെ കൂടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ വാർഡ് കമ്മിറ്റി ഉണ്ട്, ലീഗ് നേതൃത്വം ഉണ്ട് എൻ്റെ വാർഡിൻ്റെ. അവരൊറ്റക്കെട്ടായിട്ടാണ് എൻ്റെ കൂടെ നിന്നത്. അവരെൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഇപ്രാവശ്യം നമ്മൾ ജനറൽ സീറ്റിൽ മത്സരിക്കുന്നുണ്ടോയെന്ന്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സീറ്റ് കിട്ടുമ്പോഴുള്ളൊരവസരം, സ്ത്രീകൾക്ക് പറഞ്ഞാൽ ജനറൽ സീറ്റിലും പോയി നിൽക്കുക. അതുകൊണ്ട് എനിക്ക് ഇനിയും സമയമുണ്ട്. 3 ടേമായി നമ്മുടെ പാർട്ടിയുടെ മാനദണ്ഡങ്ങൾ മാനിച്ചുകൊണ്ട് ഞാൻ മാറി നിൽക്കണമെന്നും പകരം നിങ്ങളിൽ ഒരാൾ ഈ വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് വേണമെന്ന് പറഞ്ഞ ആളാണ് ഞാനും. പിന്നെ അത് ആണ് സീറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചത്. ഹസ്ബൻഡും പറഞ്ഞത് എന്താ, ഞങ്ങൾ 2 പേരല്ലാതെ നിങ്ങളുടെ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ഒരാൾ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ തന്നെ അനീഫ വാളശ്ശേരി എന്ന് പറഞ്ഞ ആളെ ഞങ്ങൾ ജനറൽ ബോഡി, അതാണ് വാർഡിൽ ഏത് വാർഡിലും നടക്കാത്തൊരു കാര്യം, വാർഡ് ജനറൽ ബോഡി വിളിച്ച് ഐക്യകണ്ഠേന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിച്ച് ആ സ്ഥാനാർത്ഥി വാർഡിൽ പോയി മുതിർന്ന ആളുകളുടെ അനുഗ്രഹമൊക്കെ വാങ്ങി വോട്ട് ചോദിക്കാൻ ഇറങ്ങിയതാ. ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു ഷൈജൽ എടപ്പറ്റ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ബഹുമാന്യനായ ആളാണ്. എല്ലാ വികസന നമ്മൾക്ക് പറയാലോ, ഷൈജലിനെ കുറിച്ച് പറയണമെങ്കിൽ എല്ലാം പ്രവർത്തനത്തിൽ മികവാണ്. കാരണം നല്ലൊരു വികസന നായകനാണ്. ആളുകളെ ചേർത്ത് പിടിക്കാനും വാർഡിലെ എന്താ പറയുക കൂട്ടായ്മയിൽ നമ്മളെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തിയാണ്. ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ആ വ്യക്തി ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വാർഡിലെ ലീഗിൻ്റെ ഇടയിൽ നിന്ന് ചെറിയൊരു അമർഷം. കാരണം വാർഡിലുള്ള ആളുകൾക്ക് മത്സരിക്കാൻ പാർട്ടി തന്ന അവസരമാണ്. ഷൈജലിന് വേണമെങ്കിൽ തൊട്ടടുത്തുള്ള എമ്മങ്ങാടോ കുറ്റിയിലൊക്കെ മത്സരിക്കാമായിരുന്നു. VK ബഹുമാന്യനായ നമ്മുടെ ഇന്നത്തെ UDFൻ്റെ ചെയർമാനായിട്ടുള്ള VK തങ്ങളടക്കം എന്താ പറഞ്ഞത്, കുറ്റിയിലേക്ക് പോന്നോട്ടെ, അവിടെ മത്സരിച്ചോട്ടെ എന്ന് നേതൃത്വത്തിനോട് പറഞ്ഞതാണ്. പക്ഷെ എന്തോ അറിയില്ല, ചില ആളുകളുടെ പ്രത്യേക താല്പര്യങ്ങൾക്കാണ് നമ്മുടെ ബഹുമാന്യനായ ഷൈജൽ ഇവിടെ നിന്നത്. ഷൈജലും ഞാനും വ്യക്തിപരമായിട്ട് നല്ല ബന്ധമാണ്. ഞാനൊരു വ്യക്തി എന്നുള്ളതിലല്ല, ഒരു സുഹൃത്ത്, ആത്മസുഹൃത്ത് എന്നുള്ള നിലക്ക് ഷൈജലിനോട് പറഞ്ഞ ഈ വാർഡിലേക്ക് വരരുത്. കാരണം വാർഡിൽ UDF സംവിധാനം തകരരുത്, ഞങ്ങൾക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നേറണം. അത് ഞങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന് നല്ല ഭൂരിപക്ഷത്തോടെ കാൻഡിഡേറ്റ് ജയിക്കണം. അതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരുപാട് പ്രാവശ്യം നോമിനേഷൻ്റെ തലേന്ന് രാത്രി വരെ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ എന്തോ അറിയില്ല, പാർട്ടി നേതൃത്വം തീരുമാനിക്കണം ഞാൻ മത്സരിക്കും, ഞാൻ നോമിനേഷൻ കൊടുക്കും എന്നുള്ള മനസ്സ് ഷൈജലിൻ്റെ അടുത്ത് ഉണ്ടാക്കിയെടുത്തത് അവൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ സന്തോഷത്തിലാണ്. കാരണം എന്താ വെച്ചാൽ പാർട്ടി വിരുദ്ധ പരിപാടി ഞാൻ നടത്തിയതുകൊണ്ടാണ് എൻ്റെ പാർട്ടി എന്നെ പുറത്താക്കിയത്. അതിലെനിക്ക് സങ്കടമല്ല, അത് ആര് ചെയ്താലും പ്രവർത്തിക്കണം. പക്ഷേ ഒരു സങ്കടമില്ല, കഴിഞ്ഞ ബോർഡിൽ ഈ വാർഡിൽ പ്രവർത്തകർ ചില ആളുകൾ ഇതേ പ്രവർത്തനം ചെയ്തിട്ട് അവർക്കെതിരെ നടപടിയെടുക്കാനോ അവരെ ശിക്ഷിക്കാനൊന്നും ഈ നേതൃത്വം പോയിട്ടില്ല. കാരണം അത് ഉണ്ടായിട്ടില്ല. അതിലെനിക്ക് ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷെ എന്നിരുന്നാലും
ഞാൻ ഒരിക്കലും ലീഗിൽ നിന്ന് ഇന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ ഇന്ന് വനിതാ ലീഗിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡൻ്റാണ്. ഒരു പ്രസിഡൻറ്റിൻ്റെ പദവി തന്നെയാണ് ഒരു വയസ്സിനാണെങ്കിലും ആ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്. ഒരുപാട് കാലം 10 വർഷം വണ്ടൂർ പഞ്ചായത്തിൻ്റെ വനിതാ ലീഗിൻ്റെ പ്രസിഡൻ്റായ ആളാണ്. പക്ഷെ അതൊക്കെയാണെങ്കിൽ ഒരുപാട് വനിതകളെ രംഗത്ത് കൊണ്ടുവരാനും ഒരുപാട് വനിതകൾക്ക് അവരുടെ എല്ലാ മേഖലയിലും അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടാവും 2 ദിവസം ഇലക്ഷൻ്റെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ വാർഡിൽ പ്രചരിച്ചു എൻ്റെ അധികാരമോഹമാണ്, എനിക്ക് സീറ്റ് തരാത്തതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത് എന്നുള്ള. തീർച്ചയായിട്ടും ആണല്ലോ, സത്യമാണ്, അവർ പറയുന്നത് സത്യമാണ്. കാരണം ഞാൻ രംഗത്തിറങ്ങി 2 ദിവസം വോട്ട് ചോദിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്താണ്, എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഈ വാർഡിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞൊരു വ്യക്തി, ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ വ്യക്തി എന്തോ താല്പര്യം കൊണ്ട് അവരുടെ ഒരു മനോഭാവ മാറ്റം കൊണ്ടാണ് ഈ വാർഡിൽ എത്തിയിട്ടുള്ളത്. ആ ഒരു മനോഭാവം മാറ്റിയെടുക്കണം. കാരണം ഈ വാർഡ് എന്നും ആ വാർഡിലെ കാൻഡിഡേറ്റിന്, ആ വാർഡിലൊരു ആളുകൾക്ക് പരിഗണന കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ വാർഡ് കമ്മിറ്റിയുടെ വിഷമം മനസ്സിലാക്കിയ ഞാൻ ഒരിക്കലും എൻ്റെ വാർഡ് കമ്മിറ്റിയെ സങ്കടപ്പെടുത്തൂല. അതിന് തീർച്ചയായിട്ടും എൻ്റെ വാർഡിലെ ലീഗ് നേതൃത്വത്തിൻ്റെ കൂടെ അന്തിമം വരെ ഞാൻ ഉണ്ടാകും. ചെറിയ ചെറിയ ആരോപണങ്ങൾ വാർഡിൽ കേൾക്കുന്നുണ്ട്, എനിക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ മാറി നിന്നു എന്നും. പിന്നെ കേൾക്കുന്ന ആരോപണം നമ്മുടെ MLA അടക്കം കോൺഗ്രസ് നേതൃത്വം അടക്കം 900 വോട്ട് ഈ വാർഡിൽ കോൺഗ്രസിനുണ്ട്. ഷൈജൽ മത്സരിച്ച് ഒറ്റ കോൺഗ്രസിൻ്റെ വോട്ട് മാത്രം മതി ഷൈജലിന് വിജയിക്കാൻ എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ MLA അടക്കം ഉണ്ട് എന്നാണ് കേൾവി. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം നമ്മളേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വലിയ നേതൃത്വം, വലിയ ആള് തന്നെയാണ് ബഹുമാന്യനായ MLA. ഞാൻ വിശ്വസിക്കണില്ല. പക്ഷേ കൂടുതൽ ആളുകളും പറയുന്നുണ്ട് MLA ഈ വാർഡിലേക്ക്. പക്ഷെ എനിക്കൊരു സങ്കടം തോന്നി, ഈ വാർഡിൽ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് MLA ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ഷൈജൽ ജയിക്കൂലേ, ഷൈജലിനെ ജയിപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞു എന്നല്ലാതെ എൻ്റെ വാർഡിലെ നേതൃത്വത്തിന് വിളിച്ചിട്ട് ഒന്ന് ഇരുത്തിയിട്ട് ഒരു സെക്കൻഡ് നിങ്ങളെ വിഷമം എന്താണ്, നിങ്ങളെ പ്രയാസം എന്താണ്, ഈ വാർഡ് നമുക്ക് കളയാതെ പോവണം, LDFൻ്റെ കൈകളിലേക്ക് കൊടുക്കരുത് എന്ന് പറയാൻ ഈ വണ്ടൂരിലെ പഞ്ചായത്ത് ലീഗ് കമ്മിറ്റിയോ മണ്ഡല നേതൃത്വമോ ജില്ലാ നേതൃത്വമോ ഞങ്ങളുടെ വാർഡിലെ നേതൃത്വത്തിന് ഇരുത്തിയൊന്നും സംസാരിച്ചില്ല എന്നുള്ളൊരു വിഷമം ഒരു പ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്കുണ്ട്. പക്ഷെ എങ്കിലും MLA അടക്കം ഇരുന്ന് സംസാരിച്ചില്ല. പക്ഷെ ഒരിക്കലും ഞാൻ UDFനെതിരല്ല. ഞാൻ എൻ്റെ വാർഡിൽ വന്നിട്ടുള്ള ആ ചെറിയ ധിക്കാരപരമായ ചില ആളുകളുടെ നടപടിക്കെതിരെയാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ രംഗത്തിറങ്ങുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് സീറ്റ് കിട്ടാഞ്ഞിട്ടാന്നുള്ള ആ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റണം എന്നുള്ളതിനാണ് ഞാൻ വാർഡിലേക്ക് ഇറങ്ങിയത്. ആ 2 ദിവസത്തിലൊരു ചുരുക്കി പറഞ്ഞ 10 മണിക്കൂർ 2 ദിവസം കൂടെ അത് ഞാൻ വലിയ തിരിച്ചടി നിന്ന ആൾക്ക് കൊടുത്തിട്ടുമുണ്ട്. പിന്നെ എനിക്കറിയായിരുന്നു ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന്. കാരണം എൻ്റെ വാർഡ് ഇന്നും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ ഇനിയിപ്പോൾ നിയമസഭ ഇലക്ഷൻ വരെയാണ്, നമ്മുടെ മണ്ഡലത്തിൽ ആര് UDF കാൻഡിഡേറ്റ് മത്സരിച്ചാലും അവരുടെ കൂടെ പ്രവർത്തിക്കാനും വർക്ക് ചെയ്യാനും ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഇന്നാണല്ലോ ഞങ്ങളുടെ ബ്ലോക്കിൻ്റെ മെമ്പർ സ്ഥാനം കഴിയുന്നത്. നാളെ പുതിയ ജനപ്രതിനിധികളെ സത്യപ്രതിജ്ഞ. അതുകൊണ്ട് ഒരു പ്രവർത്തക എന്ന് ജനപ്രതിനിധി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു എളിയ പ്രവർത്തക എന്നുള്ള നിലയിൽ 100% UDFൻ്റെ ഒപ്പം ഞാൻ പ്രവർത്തിക്കും തീർച്ചയായിട്ടും. കാരണം MLA എനിക്കൊരു വ്യക്തിപരമായിട്ട് ഒരു എതിർപ്പുകളും ഇല്ല. പിന്നെ ഇതിൽ പറയുന്നത് ചില ആളുകളുടെ വ്യക്തി താല്പര്യമാണെങ്കിലോ MLA എൻ്റെ അടുത്ത് പറഞ്ഞത് ഷൈജലിന് സപ്പോർട്ട് ചെയ്യണം എന്നാണ്. അത് MLAയുടെ കടമയാണ്. MLAയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, MLA ഈ വാർഡിൽ ഇത്തരം വിഷയങ്ങളുള്ള സ്ഥിതിക്ക് വാർഡ് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്, ആളുകളെ വിളിച്ചിട്ടൊന്ന് ഇരിക്കണം സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ശ്രമിച്ചിട്ടില്ല. പിന്നെ തീരുമായിരുന്നു. കാരണം MLAയോ നേതൃത്വങ്ങളോ ഞങ്ങളുടെ വാർഡിലെ പ്രവർത്തകർക്കൊരു ചെറിയ പരിഗണന നൽകിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു റിസൾട്ടൊന്നും ഷൈജലിന് ഇത്ര തോൽവി സംഭവിക്കില്ലായിരുന്നു. പക്ഷെ അത്
വണ്ടി വളവ് തിരിഞ്ഞു പോയില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമല്ല. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ.